ഇന്നത്തെ വീഡിയോ SCRT സോഷ്യൽ സയൻസിലെ അടുത്ത 2 ചാപ്റ്റേഴ്സാണ്. ആദ്യം തന്നെ വടക്ക് നോക്കി യന്ത്രത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ദിശ അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്നത്. പിന്നെ ഭൂപടത്തിലെ ദിശകളാണ്. നെടുകെ കാണുന്ന വരകളെയാണ് രേഖാംശ രേഖകളെന്ന് പറയുന്നത്. കുറുകെ കാണുന്ന വരകളെ അക്ഷാംശ രേഖകളെന്ന് പറയുന്നു. പിന്നെ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രാഫി എന്ന് പറയുന്നത്. ഇതിനെ തയ്യാറാക്കുന്ന ആളെയാണ് നമ്മൾ കാർട്ടോഗ്രാഫർ എന്ന് വിളിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ആസ്ഥാനം ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ല പറയുന്നത് തിരുവനന്തപുരമാണ്. വടക്കേ അറ്റത്തുള്ള ജില്ല കാസർഗോഡ്. ആ ഒരു ബോക്സ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വാസ്കോ ഡ ഗാമ യാത്ര തിരിച്ചത് എങ്ങോട്ടേക്കാണ്? ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചത് 170 പേരടങ്ങുന്ന നാവിക സംഘത്തെ നയിച്ചുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ആൻസർ കീ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് ജനങ്ങളാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഗ്രാമപ്രദേശ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവ നഗരപ്രദേശങ്ങളിലെ ഭരണ സ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയാണ് ഈ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ കീഴിൽ വരുന്നത്. പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിൻ്റെ ഉദയം കൊണ്ടത്. പിന്നെ ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. പിന്നെ ഗ്രാമസഭകൾ എന്താണെന്ന് പറയുന്നുണ്ട്. പിന്നെ കേരള നിയമസഭ, കേരള സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ. കേരള നിയമസഭ ആദ്യ സമ്മേളനം നടന്ന ഏപ്രിൽ 27-നാണ്. പിന്നെ പ്രത്യക്ഷ ജനാധിപത്യം പരോക്ഷ ജനാധിപത്യത്തിൻ്റെ ഒരു ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. ജനസംഖ്യ കുറഞ്ഞതാണ് പ്രത്യക്ഷ ജനാധിപത്യം, പരോക്ഷ ജനാധിപത്യം ജനസംഖ്യ കൂടിയത്. പിന്നെ പ്രായപൂർത്തി വോട്ടവകാശം വയസ്സ് 18 വയസ്സാണ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ തിരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങളെ പറ്റിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു, ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുന്നു, ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു, ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു, വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു. ഇത്രയാണ് തിരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങളെന്ന് പറയുന്നത്. പിന്നെ കമ്മീഷൻ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്.